ലോകത്തിലെ പലയിടത്തും സംഘർഷങ്ങൾ രൂക്ഷമായ അവസരത്തിൽ ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യ സെപ്റ്റംബറിൽ ലോക നേതാക്കളുടെ ശക്തമായ ഒരു യോഗത്തിന് വേദിയാകാൻ ഒരുങ്ങുകയാണ്. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്ന കാര്യം റഷ്യ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് സെപ്റ്റംബർ 12, 13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. 2 ദിവസത്തെ ബ്രിക്സ് ഉച്ചകോടിയിൽ പുടിൻ പങ്കെടുക്കുന്ന കാര്യം ദക്ഷിണാഫ്രിക്കയിലെ റഷ്യൻ എംബസി സ്ഥിരീകരിച്ചിരുന്നു. റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസിലെ ഒരു റിപ്പോർട്ട് പ്രകാരം റഷ്യൻ ഉദ്യോഗസ്ഥരും ഇത് ശരിവച്ചിട്ടുണ്ട്. ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ ഷീ ജിൻപിങ്ങിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് ബുധനാഴ്ച ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ സംഭവിച്ചാൽ 2019 ഒക്ടോബറിൽ തമിഴ്നാട്ടിലെ മാമല്ലപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചതിന് ശേഷം ഷീ ജിൻപിങ്ങിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമായിരിക്കും ഇത്. 2020 ജൂണിൽ ഗാൽവാൻ താഴ്വരയിലുണ്ടായ സംഘർഷവും 2022 ഡിസംബറിൽ ഉണ്ടായ തവാങ് അതിർത്തിയിലെ സംഘർഷവും ഇന്ത്യ ചൈന ബന്ധങ്ങളെ വല്ലാതെ ബാധിച്ചിരുന്നു. റഷ്യയിലെ കസാനിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെയാണ് അതിർത്തിയിലെ സംഘർഷങ്ങൾക്ക് ശേഷം മോദിയും ഷീ ജിൻപിങ്ങും ആദ്യമായി ഒരു കൂടിക്കാഴ്ച നടത്തിയത്. പ്രധാന അന്താരാഷ്ട്ര വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് ഇറാൻ യുദ്ധത്തിൽ ആഭ്യന്തര ഭിന്നതകൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ കൂട്ടായ്മയിലെ 2 പ്രമുഖ രാഷ്ട്രങ്ങളായ റഷ്യ, ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള നേതാക്കളുടെ സാന്നിധ്യം ഏറെ പ്രധാനമാണ്. 2026 ജനുവരിയിൽ ബ്രിക്സ് അധ്യക്ഷസ്ഥാനം ഏറ്റെടുത്ത ഇന്ത്യ ആന്തരിക അഭിപ്രായ വ്യത്യാസങ്ങൾ മറികടക്കുന്നതിലും ആ ഗ്രൂപ്പിനെ ഒരുമിച്ച് നിർത്തുന്നതിലും നിർണായക പങ്കുവഹിക്കാൻ മുന്നിൽ തന്നെ നിന്നിരുന്നു. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്നാണ് ബ്രിക്സ് രൂപീകരിച്ചത്. ആദ്യത്തെ ബ്രിക്സ് ഉച്ചകോടി 2009 റഷ്യയിലാണ് നടന്നത്. IMF, ലോകബാങ്ക്, G7 പോലുള്ള പാശ്ചാത്യ നേതൃത്വത്തിലുള്ള സ്ഥാപനങ്ങളുടെ ആധിപത്യത്തെ വെല്ലുവിളിക്കുന്നതിനും ആഗോള ഭരണത്തിന് വികസ്വര രാജ്യങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഈ ഗ്രൂപ്പ് രൂപീകരിച്ചത്. 2010 ദക്ഷിണാഫ്രിക്കയും സമീപ വർഷങ്ങളിൽ ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സൗദി അറേബ്യ, ഇന്തോനേഷ്യ എന്നിവയും എത്തിയതോടെ ഈ കൂട്ടായ്മ കൂടുതൽ വികസിച്ചു. ബ്രിക്സിന്റെ രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനം ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്തു. പാശ്ചാത്യ ആധിപത്യത്തിന് ഭീഷണിയായി ബ്രിക്സിനെ അമേരിക്ക ഇപ്പോഴും കാണുന്നു. ഡൊണാൾഡ് ട്രംപ് ഇതിനെ ഒരു അമേരിക്കൻ വിരുദ്ധ കൂട്ടായ്മയായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ഇത് ഡോളറിനെതിരായ ആക്രമണം ആണെന്നും അദ്ദേഹം പറയാറുണ്ട്. 2025 ജൂലൈയിൽ റിയോ ഡി ജനറോയിൽ നടന്ന ഉച്ചകോടിക്ക് ശേഷം ബ്രിക്സ് നയങ്ങളുമായി യോജിക്കുന്ന ഏതൊരു രാജ്യവും അമേരിക്കയിലേക്കുള്ള ഇറക്കുമതിക്ക് 10% അധിക തീരുവ നൽകണമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന അനിശ്ചിതത്വങ്ങൾക്കിടയിൽ ന്യൂഡൽഹിയിൽ നടക്കാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടി ഒരു പതിവ് നയതന്ത്ര സമ്മേളനത്തെക്കാൾ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നായി മാറുകയാണ്. റഷ്യയിൽ നിന്ന് പുടിനും ചൈനയിൽ നിന്ന് ഷീ ജിൻപിങ്ങും പങ്കെടുക്കാൻ സാധ്യതയുള്ളതിനാൽ ലോക ശ്രദ്ധ നേടുകയാണ് ബ്രിക്സ് ഉച്ചകോടി.